കുറിച്ച് പറയുന്നത്. അത് ഇവിടെ പറയുമ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ നാടകമാണ്. നാടകം പറയുന്നത് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നാടകം തന്നെയാണ്. ആ നാടകം നമ്മളിങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന നാടകത്തിൻ്റെ ഒരു ചെറിയൊരു രൂപത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ കേട്ടിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഓരോ ഭാഗം ഞാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന ഓരോരുത്തരിൽ നിന്നും ഭാവങ്ങൾ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് ഉതിർക്കാൻ കഴിയും. അങ്ങനെ ഓരോ നാടകങ്ങളായിട്ട് മാറുകയാണ്. നാടകങ്ങൾ അങ്ങനെയാണ് ഉണ്ടാകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നാടകം, അതായത് ഈ ഓരോ ഉത്സവ സമയത്ത്, ഇപ്പോൾ വിത്ത് ഇടണ സമയത്ത് വിഷുക്കാലത്താണ് വിത്തിടുക. ഇപ്പോൾ മീനച്ചൂട് പറഞ്ഞ പോലെ മീനം കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ മേടമായി. മേടക്കാലത്ത് വിത്ത് വിതയ്ക്കും. ഓണക്കാലത്ത് അതായത് ചിങ്ങമാസത്തിൽ കൊയ്യും. ഇപ്പം നമ്മൾ കതിര് കൊയ്യണം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കാലഘട്ടങ്ങൾ 3 മാസം 6 മാസം അതിനൊക്കെ കുറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. പക്ഷേ നമുക്ക് അത് വിത്ത് വിതയ്ക്കുന്നു, അതിൽ വിത്ത് മുളയ്ക്കുന്നു, അതിൽ കായ്കൾ ഉണ്ടാകുന്നു, അത് പറിച്ചെടുക്കുന്നു, വീണ്ടും വിതയ്ക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിൽ വിത്ത് വിതയ്ക്കുന്ന സമയത്ത് ഒരു അനുഷ്ഠാനം, കൊയ്തെടുക്കുന്ന സമയത്തൊരു സന്തോഷം, അതൊരു ഉത്സവം. അതുപോലെ ഈ കൊയ്തെടുത്ത് അത് കഴിഞ്ഞാൽ ഓണപ്പാട്ട്, അതുപോലെ തിരുവാതിരപ്പാട്ട്, അങ്ങനെ പാട്ടുകൾ, ആ പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഏത്തപ്പാട്ട്, അതായത് നമ്മൾ ഈ വെള്ളം കോരി അറ്റ ചൂടിൽ വെള്ളം കിട്ടാത്ത സമയത്ത് ഇങ്ങനെ 2 ഭാഗം കെട്ടിയിട്ട് ഇതുപോലെ ഒരു തോണി പോലെ ചെറിയൊരു ഇതുപോലെ അതിനങ്ങനെ ആ വെള്ളം എടുത്തിട്ട് അങ്ങനെ അപ്പുറത്തേക്ക് ഒഴിക്കണം, ഏത്തം പാട്ട്. അങ്ങനെ ഓരോ പാട്ടുകളും. അപ്പോൾ ഈ അധ്വാനത്തിൻ്റെ ശക്തി അങ്ങോട്ട് കുറയും. കാരണം ഇത് പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും ഒപ്പം കൈയടിച്ച് പാടും, അതുപോലെ ഒപ്പം തന്നെ നമുക്കും തന്നെ ഒപ്പം ചെയ്യാൻ തോന്നും. ഇപ്പോൾ എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ കൊയ്ത്തിന് പോയപ്പോൾ തന്നെ എനിക്ക് വലിയ ഇഷ്ടമായി. ഇനി തീർന്നിട്ടില്ല, ആ ഇഷ്ടക്കേട് തീർന്നിട്ടില്ല. ഇനിയും അതിലേക്കുള്ള മുമ്പോട്ടുള്ളവർ. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ